കവലകളൊക്കെ പ്രസംഗിച്ചിരുന്ന ഒരു ദൈവദാസനും ദാസിയും ഉണ്ടായിരുന്നു. വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു സമയമായിരുന്നു. ഒരു ദിവസം രാവിലെ ഇവർ എഴുന്നേറ്റപ്പോൾ ഇവരുടെ വീട്ടിൽ കഴിക്കാൻ ആഹാരമില്ല, വളരെയധികം പട്ടിണിയാണ്. ആ കർത്തൃദാസി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, നീതിമാൻ അപ്പം ഇരക്കുന്നത് കണ്ടിട്ടില്ലെന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ അപ്പം ഇരക്കാനാ വരരുത്, എനിക്ക് വേണ്ടി നീ കരുതണമെന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ചധികം കോഴികൾ അവരുടെ ഒരു ഫാം ഹൗസിലേക്ക് വന്നിട്ട് കുറച്ചധികം മുട്ടകൾ ഇട്ടിട്ട് തിരിച്ചുപോയി. ഇവർക്ക് വളരെ അതിശയമായി, ഇവരുടെ കോഴികളല്ല. ഈ കർത്തൃദാസി ആ കോഴികളെ പിന്തുടർന്ന് പുറകെ ചെന്നപ്പോൾ ഒരു മല കടന്ന് അടുത്ത ഫാം ഹൗസിലെ കോഴികളായിരുന്നു. ആ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ കർത്തൃദാസി പറഞ്ഞു, നിങ്ങളുടെ കോഴികൾ വന്നിട്ട് ഞങ്ങളുടെ ഫാം ഹൗസിൽ മുട്ടയിട്ടിട്ട് പോയെന്ന് പറഞ്ഞു. ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ പറഞ്ഞു, ഒരു സാധ്യതയില്ല, എന്റെ ഭർത്താവ് ഇന്ന് രാവിലെ കൂടെ വഴക്കുണ്ടാക്കിയതേ ഉള്ളൂ, നമ്മൾ മേടിച്ച കോഴികൾ ആഹാരം കഴിക്കുന്നതല്ല, അത് മുട്ടയിടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അവർ പ്രാർത്ഥിച്ചത് എന്താ? എനിക്ക് വേണ്ടി കരുതണമെന്ന്. എന്റെ ദൈവം കൽപ്പിച്ചാൽ സകല സൃഷ്ടി അവനെ അനുസരിച്ചേ മതിയാകും. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന്. എങ്ങനെ എന്റെ മുമ്പിൽ വഴി തുറക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് വേണ്ടി വഴി തുറക്കാൻ അവൻ കൽപ്പിച്ചാൽ സകല സൃഷ്ടിയും അതിനെ അനുസരിച്ചേ മതിയാകും.